എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ക്ലാസ് പോളിനോമിയൽസ് ആണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റാൻഡായിട്ട് ഞാൻ ചോദിക്കും അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്? സോയ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? സോയ ഓക്കെ. സോ ഇന്നത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആണ്. പോളിനോമിയല് ക്ലാസ്സിൽ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? പോളിനോമിയല് സ്കൂളിൽ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇല്ലേ? സോ നമുക്ക് നേരെ ക്വസ്റ്റിലോട്ട് പോവാം. 2024. If the sum of zeros of the polynomial p of x equal to 2x square minus k root 2x plus 1 is root 2, then the value of k is. പോളിനോമിയൽ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024. Sum of zeros of the polynomial 2x square minus k root 2x plus 1 is root 2, then the value of k is. ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? എനിബഡി? റോഡ്രിക്ക് എങ്ങനെ ചെയ്യേണ്ടത്? റോഡ്രിക്ക് എങ്ങനെ ചെയ്യും? ഇല്ല, റെസ്പോൺസ് ഇല്ല. നിഹാൻ എങ്ങനെ ചെയ്യും? നിഹാൻ പറ. നോ റെസ്പോൺസ്. ഞാൻ തന്നെ പറഞ്ഞുതരാം. സീറോസ് ഡിനോട്ടഡ് ബൈ ആൽഫ ആൻഡ് ബീറ്റ. ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ലേ? നിങ്ങൾ ചോദിച്ചോ. സീറോസ് ഓഫ് എ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിനോട്ടഡ് ബൈ ആൽഫ ആൻഡ് ബീറ്റ. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാല് ആൽഫ പ്ലസ് ബീറ്റയാണ് കേട്ടോ. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാല് ആൽഫ പ്ലസ് ബീറ്റയാണ്. ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. നിഹാൻ പറഞ്ഞേ, വാട്ട് ഈസ് സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല? സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല. സം ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ മറന്നുപോയി. മലയാളം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മലയാളം എല്ലാവർക്കും അറിയാം. അതന്നെ, യെസ്, മൈനസ് ബി ബൈ എ. അപ്പൊ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കാണാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എ, ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഞാൻ ക്വസ്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ പറയുള്ളൂ. സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എ. അപ്പൊ ഇവിടെ എയും ബിയും സി ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നോക്ക്, ഇയാളാണ് എ എന്ന് പറയുന്ന ആള്. ഓക്കെ, എ ഈക്വൽ ടു ഈ രണ്ടാമത് വരുന്ന ആളില്ലേ, അയാളാണ് ബി. എന്താണത്? മൈനസ് കെ റൂട്ട് 2. മൂന്നാമത് വരുന്ന ആള് സി 1. എ ബി സി അങ്ങനെയാണല്ലോ. അപ്പൊ സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എ. അപ്പൊ മൈനസ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് ഓഫ് കെ റൂട്ട് 2. ഞാൻ ഒരു സ്ലോവിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ബിയുടെ വാല്യൂ മൈനസ് ഓഫ് കെ റൂട്ട് 2. മൈനസ് ഓഫ് കെ റൂട്ട് 2. ഒരു മിനിറ്റ്, എന്റെ ഇപ്പൊ കഴിയും കേട്ടോ. ബോറിംഗ് ആയിട്ട് തോന്നരുത്. ക്ലാസ് ഈ സ്പീഡിലും ആണ് ക്ലാസ് നടക്കുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇങ്ങനെ വന്നു. ഇവിടെ മൈനസും കൂടി പ്ലസ് ആയി അല്ലെ? മൈനസും കൂടി പ്ലസ് ആയിട്ട് കെ റൂട്ട് 2 ബൈ 2. ഇന്നത്തെ ക്ലാസ് കൂടി പോളിനോമിയൽസ് തീരും കേട്ടോ. ഓക്കെ, ഒത്തിരി ക്വസ്റ്റ്യൻസുകളൊന്നുമില്ല. പോളിനോമിയൽസ് കെ റൂട്ട് 2 ബൈ 2 കിട്ടും. കെ റൂട്ട് 2 ബൈ 2 ആണ് സം ഓഫ് സീറോസ്. അതും റൂട്ട് 2 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് സീറോസ് ആരാണ്? റൂട്ട് 2 ആണെന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ റൂട്ട് 2. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും റൂട്ട് 2 ക്യാൻസൽ. രണ്ട് സൈഡിലും റൂട്ട് 2 വെട്ടിപ്പോയി. അപ്പോ ഇവിടെ കെ ബൈ 2 ആണ് ബാലൻസ്. ലെഫ്റ്റ് സൈഡിൽ കെ ബൈ 2 ബാലൻസ്, റൈറ്റ് സൈഡില് റൂട്ട് 2 പോയപ്പോ 1 ബാലൻസ് അല്ലെ? കെ ബൈ 2 ഈക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈയിങ് കെ ഈക്വൽ ടു 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി. ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ സെയിം കാര്യങ്ങൾ രണ്ടാമത് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം റെക്കോർഡ് ക്ലാസ്. സോ എന്ന് വെച്ചാൽ ആരും ലൈവ് ക്ലാസ് മിസ്സാവാൻ പാടില്ല. ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ആണ് എല്ലാവർക്കും? ഇവിടെ ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് വേണമല്ലോ. എല്ലാവരും ക്ലിയർ ആയി?
Yes, sir. All of you clear? Yes, sir. Okay. നിങ്ങൾ ആരും ഇത് Yes, എഴുതിയിരിക്കണ്ട. sir. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ PDF അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ എഴുതിയിരിക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ 2024 സെയിം പേപ്പർ ആണ്. 2024 the zeros of a polynomial x square plus px plus q are twice the zeros of the polynomial 4x minus 5x minus 6. The value of p is. Question ഒന്നുകൂടി വായിക്കാം. The zeros of the polynomial x square plus px plus q are twice the zeros of the polynomial 4x square minus 5x minus 6. The value of p is. അദ്വിക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാമോ? അദ്വിക് പറയാൻ പറ്റുമോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്? Yes, sir. ഓക്കെ, ഞാൻ പറയാം. സ്പ്ലിറ്റിംഗ് വേണ്ട, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈസി മെത്തേഡ് ട്രൈ ചെയ്യാം. ടി അല്ല വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആളാരാ? ഫസ്റ്റ് പോളിനോമിയൽ, ഫസ്റ്റ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ദിസ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അത് ഞാൻ ഇങ്ങനെ എഴുതാൻ ഒന്നുകൂടി എഴുതിക്കോട്ടെ. എക്സ് സ്ക്വയർ ഈസ് 1x സ്ക്വയർ. തെറ്റൊന്നുമില്ലല്ലോ. എക്സ് സ്ക്വയർ ഈസ് റിട്ടൺ ആസ് 1x സ്ക്വയർ. px അല്ലേ? യെസ്, px പ്ലസ് പിന്നെന്താണ്? q അല്ലേ? ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോളിനോമിയൽ. ഇതില് ഇയാളാണ് ആര്? എ എന്ന് പറയുന്ന ആള്. സെക്കൻഡ് വൺ ഈസ് ബി, അറിയാലോ. തേർഡ് വൺ ഈസ് സി. എ ബി സി അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ സീറോസ് ആൽഫ ബീറ്റ ആണെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് us assume that zeros are alpha and beta. അല്ലെങ്കിൽ വേണ്ട, ഇത് ഒരു മിനിറ്റ് സീറോസ് എഴുതാൻ പറ്റും. ഒരു മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. വി ഹാവ് അനദർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. വേറൊരാളും കൂടി ഉണ്ട്. അതാരാ വേറൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ, 4x സ്ക്വയർ മൈനസ് 5x മൈനസ് 6. സെക്കൻഡ് വൺ, അതും കൂടി ഒന്ന് എഴുതിക്കോട്ടെ. എന്താണത്? 4x സ്ക്വയർ മൈനസ് 5x മൈനസ് 6. അപ്പൊ അവിടത്തെ എയും ബിയും സി എന്താ? 4 ആണ് ഇവിടത്തെ എന്ന് പറയുന്ന ആള്, -5 ആണ് ബി എന്ന് പറയുന്ന ആള്, -6 ആണ് സി എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ പോളിനോമിയലിന്റെ സീറോസിന്റെ ഡബിൾ ആണ് ഫസ്റ്റ് പോളിനോമിയൽസിന്റെ സീറോസ്. രണ്ടാമത്തെ പോളിനോമിയലിന്റെ സീറോസിന്റെ ഡബിൾ ആണ് ഫസ്റ്റ് പോളിനോമിയലിന്റെ സീറോസ്. അപ്പൊ ഇവിടത്തെ സീറോസ് ഞാൻ അസ്യൂം ചെയ്യാണ്, കുറച്ച് ഇൻഡയറക്റ്റ് ആണ്. ഇതിന്റെ അസ്യൂം ചെയ്യാണ് ആൽഫ ബീറ്റ. എനിക്കറിയില്ല, അസ്യൂം ചെയ്യാണ്. സെക്കൻഡ് പോളിനോമിയൽ ഹാസ് സീറോസ് ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ സീറോസ് എന്തായിരിക്കണം? ഇതിന്റെ ഡബിൾ ആണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വായിച്ചു നോക്ക്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഹാസ് സീറോസ് ട്വൈസ് ദ സെക്കൻഡ് അല്ലേ? ഇവിടെ ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ പോളിനോമിയലിന്റെ സീറോസ് 2 ആൽഫ 2 ബീറ്റ ആയിരിക്കും. മറ്റേതിന്റെ ഡബിൾ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ കാണും. ഇങ്ങനെ ആദ്യം എഴുതിയെടുക്കുക. ഇത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യുന്നത്. ഈ എഴുതിയ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ അല്ലെ? ഈ എഴുതിയ സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണ്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. I1P അല്ലെ? ഓക്കെ, വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഫോർ ദ സെക്കൻഡ് വൺ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -b/a എന്നല്ലേ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഞാൻ ഇവിടെ ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദ സെക്കൻഡ് വൺ ആൽഫ പ്ലസ് ബീറ്റ ഫോർമുല -b/a മൈനസ് ഓഫ് ബിയുടെ സ്ഥാനത്ത് ഒന്ന് നോക്കുന്നത് നിങ്ങൾ. ബിയുടെ സ്ഥാനത്ത് -5 ആണ്, കാണുന്നില്ലേ? ബിയുടെ സ്ഥാനത്ത് -5 ബൈ എയുടെ സ്ഥാനത്ത് 4. കറക്റ്റാ, A4 ആണ്. എല്ലാ പ്രോബ്ലവും സം ഓഫ് സീറോസ് ഓർ പ്രോഡക്റ്റ് ഓഫ് സീറോസ്, അതാണ് മെത്തേഡ്. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം അതാണ്.
ബി മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പൊ ഈ പോളിനോമിയലിന്റെ കേസിൽ സം ഓഫ് സീറോസ് 5/4 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ പോളിനോമിയലിന്റെ കേസിൽ വാട്ട് ഇസ് ദ സം ഓഫ് സീറോസ്? ഇവിടുത്തെ സീറോസ് 2 ആൽഫ 2 ബീറ്റ ആണല്ലോ. ഇവിടെ സം ഓഫ് സീറോസ് വിൽ ബി 2 ആൽഫ പ്ലസ് 2 ബീറ്റ അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്യണം. 2 ആൽഫ പ്ലസ് 2 ബീറ്റ ആണ് ഇവിടുത്തെ സം ഓഫ് സീറോസ്. ഫോർമുല മൈനസ് ബി ബൈ എ, അത് മറക്കല്ലേ. സം ഓഫ് സീറോസ് മൈനസ് ബി ബൈ എ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 കോമൺ ആണ് അല്ലേ? നോക്കിയേ, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഈ രണ്ട് ടേമിലും 2 കോമൺ ആണ്. കോമൺ എപ്പോ വന്നാലും പുറത്തോട്ട് എടുക്കണം. 2 കോമൺ ആയിട്ട് എടുത്താൽ 2 ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, ജസ്റ്റ് 2 കോമൺ ആയിട്ട് എടുത്തു, മൈനസ് ഓഫ് ബി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി, ഇവിടത്തെ ബി ആരാ? ഇവിടത്തെ ബി എന്ന് പറയുന്ന ആള് പി ആണ്, സ്മോൾ ലെറ്റർ പി ആണ് അല്ല? കറക്റ്റാ. ഇവിടെ ബി എന്ന് പറഞ്ഞ പി ആണ്. ഒത്തിരി റിപ്പീറ്റേഷൻസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ പറഞ്ഞ സെന്റൻസ് തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് നോക്കാം. ഞാൻ പരമാവധി സിമ്പിൾ ആക്കി തന്നെ പറയുന്നേ. ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത് എവിടെ കണ്ടില്ലേ? എ ഈസ് 1. ഓക്കെ, അപ്പോ ഇവിടെ വരെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇത് നേരത്തെ കിട്ടിയ കാര്യമാണ് കേട്ടോ. ഇത് നേരത്തെ കിട്ടിയ കാര്യമാണ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഇതാണ്. 2 ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി. അവിടുന്ന് തുടങ്ങാം. 2 ടൈംസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ 5/4 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇല്ലേ? യെസ്, ആൽഫ പ്ലസ് ബീറ്റ 5/4 ആണെന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 ടൈംസ് 5/4 എന്നാണ് വരുന്നത് അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ 5/4 ആണല്ലോ. 2 ടൈംസ് 5/4 ഈസ് ഈക്വൽ ടു എന്തെന്നാണിത്? ദിസ് ഈസ് മൈനസ് പി അല്ലേ? ഇത് മൈനസ് പി ആണ്. ഒരു മിനിറ്റ്, ഒരാള് റിക്വസ്റ്റ് വന്നിട്ടുണ്ടല്ലോ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളിത് എഴുതിയതൊക്കെ ആ നേരം കൊണ്ടൊന്ന് വായിച്ചു നോക്കേ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ്, ഇങ്ങനെ എഴുതി പൊക്കോട്ടെ. മൈനസ് പി ഈക്വൽ ടു, വി ഗോട്ട് മൈനസ് പി ഈക്വൽ ടു, ഇതൊക്കെ ഞാൻ വേഗം പറഞ്ഞു പൊക്കോട്ടെ. ഈ 2 × 5/4 ചെയ്ത 5/2 അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ള ആ ലെവലിലോട്ട് ഞാൻ പോവില്ല. മൈനസ് പി ഈക്വൽ ടു 2 × 5/4 വിൽ ബി 5/2. ഓക്കെ, ഇവിടുത്തെ നെഗറ്റീവ് സൈൻ റൈറ്റ് സൈഡിലോട്ട് പോട്ടെ, നെഗറ്റീവ് അപ്പുറത്തോട്ട് പോവാണ്. സോ പി ഈക്വൽ ടു മൈനസ് 5/2 ആണ് ആൻസർ. ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, ആ മോഡല് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് സം ഓഫ് സീറോസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഓൾ ഓഫ് യു ക്ലിയർ? ശ്രദ്ധിച്ചു, നല്ലപോലെ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോവാം. റിപ്പീറ്റേഷൻസ് അവോയ്ഡ് ചെയ്യാണ്. നിങ്ങൾ എഴുതിയിരിക്കേണ്ട PDF അയച്ചുതരാം. അഗെയിൻ 2024ന്റെ വേറൊരു വേർഷൻ ആണ്. 2024 മിക്കതും സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2024 തന്നെയാണിത്. ഇന്ന് 2024, നെക്സ്റ്റ് ക്ലാസ്സിൽ 2023 ചെയ്യാം. ഇഫ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2√3 and 3 റെസ്പെക്റ്റീവ്ലി, ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ റാൻഡായിട്ട് ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം സൈഡിൽ. ഞാൻ ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ 1. ഓക്കെ, ഞാനൊരു ഗൂഗിൾ ഫോം അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ചു തന്നു, ഇപ്പോഴും അയച്ചു തന്നു. ഓക്കെ, അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ക്വസ്റ്റ്യൻ ആരും എഴുതണ്ട. ക്വസ്റ്റ്യൻ 1ന്റെ അവിടെ ഞാൻ ഇതിന്റെ ആൻസർ അങ്ങോട്ട് എഴുതി വെക്കാം. x² - 5x + 8. വാട്ട് ഈസ് ദ സം ഓഫ് സീറോസ്? എന്താണ് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതാം.
നമ്പർ എഴുതുമ്പോൾ ആൻസർ ഇപ്പൊ 8 ആണെന്നുണ്ടെങ്കിൽ വെറുതെ 8.1 എന്നോ 8, എന്നോ 0.8 എന്നോ ഒന്നും എഴുതരുത്. 8 എന്ന് കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, അല്ലെങ്കിൽ റോങ് ആയിട്ട് റീഡ് ചെയ്യും. ഇവിടെ ഓട്ടോമാഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് സം ഓഫ് സീറോസ് വരുന്നത് ക്വസ്റ്റ്യൻ 1-ന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ ആൻസർ അവിടെ ടൈപ്പ് ചെയ്തിടാം. ഇപ്പൊ സബ്മിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ക്ലാസ് കഴിയുന്ന സമയത്ത് മാത്രം സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ അടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ 1-ന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതി വെക്കാം. ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയാണ്. ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എത്ര പേര് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവിടെ എഴുതി വെക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. If the sum and product of zeros of the quadratic polynomial. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് എങ്ങനെ ചെയ്യേണ്ടത്? എനിബഡി അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആർക്കെങ്കിലും പറയാമോ? ഇല്ല. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് പറഞ്ഞോ. x square minus alpha plus beta x plus alpha അതാണ്. യെസ് കറക്റ്റ് ആണ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, ലെറ്റ് ദ സീറോസ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ലെറ്റ് ദ സീറോസ് ബി ആൽഫ ആൻഡ് ബീറ്റ. വേറൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സീറോസ് തന്നിട്ട് പോളിനോമിയൽ എഴുതാൻ പറയും. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സീറോസ് തന്നിട്ട് എന്തെഴുതാൻ പറയും? പോളിനോമിയൽ എഴുതാൻ പറയും. സീറോസ് തന്നിട്ടുണ്ട് ലെറ്റ്. അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ വിൽ ബി ബൈ ഹാർട്ട് ആക്കി വെച്ചോ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലും. പോളിനോമിയൽ വിൽ ബി എക്സ് സ്ക്വയർ മൈനസ്, ഇതെങ്ങനെ വന്നതെന്നുള്ളത് വേണ്ടത് ബൈ ഹാർട്ട് ആക്കേണ്ട റിസൾട്ടാ. മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് മൾട്ടിപ്പിൾ ചോയ്സ് ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് ഒന്നും വേണ്ട. പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോട്ടോ, ബോക്സിനുള്ളിൽ കേട്ടോ. ഞാൻ ഇപ്പൊ എഴുതണമെന്നില്ല, ഞാൻ അയച്ചുതരാമല്ലോ PDF. ലെറ്റ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ ബി ആൽഫ ബീറ്റ. ദ പോളിനോമിയൽ വിൽ ബി എക്സ്. നല്ല ആൻസർ ഒന്നും കിട്ടാൻ പോണില്ല കേട്ടോ. നല്ല ആൻസർ ഒന്നും കിട്ടില്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ. ഓക്കെ, അപ്പോ ഇതില് ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഒരു മിനിറ്റ്. 2√3 + 3. ഇത് കിട്ടിയായിരിക്കെങ്കിലും ആൻസർ ഇല്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പോളിനോമിയൽ വിൽ ബി എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ നമുക്ക് തുടങ്ങാം. ആൻസർ ഈസ് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? സം ഓഫ് സീറോസ്. കറക്റ്റ് അല്ലേ? സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് 2√3 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കേ. യെസ്, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് അല്ലേ 2√3 എന്ന് പറയുന്ന ആള്? യെസ്, 2√3 എക്സ് പ്ലസ് ഇതെന്തെന്നാ? ദിസ് ഈസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അല്ലെ? ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് 3 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് 3. ഇതാണ് റിക്വയർഡ് പോളിനോമിയൽ, മറക്കരുത്. അപ്പൊ സീറോസ് തന്നിട്ട് പോളിനോമിയൽ എഴുതാൻ പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഓപ്ഷൻ ഏതാണ്? മിസ്റ്റേക്ക് ഉണ്ടോ? എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഞാൻ എഴുതിയപ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ പ്ലസ് ആണ്. ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക്. ഒരു മിനിറ്റ്. അല്ല, ഇതില് എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഒരു മിനിറ്റ്. ഇല്ല, അതെ, ഇതില് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എഴുതിയത് കറക്റ്റ് തന്നെയാണ്. ലിസൺ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇതില്ല, എ അല്ല, ഇത് തെറ്റാ. സി ഇല്ല, പിന്നെന്താണ്? ഇതും അല്ല. അപ്പൊ പിന്നെ ബി ആയിരിക്കും ആൻസർ അല്ലേ? ഉറപ്പിച്ചോ, ബി ആണ് ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബി തന്നെയല്ലേ അല്ലേ? എക്സ് മൈനസ് √3 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താല് ഇത് തന്നെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഞാൻ സ്പീഡിൽ പറയാം കേട്ടോ. അല്ല, ഇത് ബി മാത്രമേ ബാക്കിയുള്ളൂ, അതാണ് ആൻസർ. എങ്കിലും ഞാൻ സ്റ്റെപ്പ് പറഞ്ഞേ.
എക്സ് മൈനസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഒന്നുകൂടി എഴുതാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഓർഡർ ഒന്ന് ശരിയാക്കുമ്പോൾ 2 റൂട്ട് 3x പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണ്. റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണ്. ഓക്കെ, വരുന്നുണ്ട്, കറക്റ്റാ, ഇത് തന്നെ സെയിം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, മനസ്സിലായി? എവിടെ എല്ലാവർക്കും ക്ലിയർ ആയി? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻ 2 നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ 2 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ക്വസ്റ്റ്യൻ 2 അഗെയിൻസ്റ്റ് ആയിട്ട് ആ നമ്പർ എന്താണ് എന്നുള്ളത് അവിടെ എഴുതി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ 2 അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ, എത്ര പേര് ക്ലാസ്സിലുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും കിട്ടും. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ് ക്വസ്റ്റ്യൻ 2. നിങ്ങൾ ആരും ക്വസ്റ്റ്യൻ എവിടെ എഴുതിയെടുക്കൊന്നും വേണ്ട, ആൻസർ ക്വസ്റ്റ്യൻ അഗെയിൻസ്റ്റ് ആയിട്ട് എഴുതി വെക്കാം, ഞാൻ തന്ന ഗൂഗിൾ ഫോം. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അദ്വിക്, സോയ, റോഡ്രിക്, നിഹാൻ എല്ലാവർക്കും ക്ലിയർ ആയി? നടാഷ ഓക്കെയാണ്? നമുക്ക് നെക്സ്റ്റ് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അത് അസർഷൻ റീസൺ ആണ്, നിങ്ങൾക്കറിയാലോ, അതൊക്കെ ബോർഡ് എക്സാമിനുള്ള കാര്യം. 2024 9920 ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഡയറക്ഷൻ ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അസർഷൻ എയും റീസണും ട്രൂ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. അസർഷൻ എ, if the graph of a polynomial touches x-axis at only one point, then the polynomial cannot be quadratic polynomial. ഒന്നുകൂടി വായിക്കാം. If the graph of a polynomial, ഏതോ ഒരു പോളിനോമിയൽ എന്താണെന്ന് അറിയില്ല, graph of a polynomial touches x-axis at only one point, ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ പോളിനോമിയൽ. റിമെമ്പർ, ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. Then the polynomial cannot be quadratic polynomial. അത് പറ, അസർഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? എന്നിട്ട് പോരെ അടുത്തത് വായിക്കല്. ഓക്കെ, എനിബഡി? അദ്വിക്കിന് അറിയാമോ അസർഷൻ ട്രൂ ആണ്? എന്താ അസർഷൻ ട്രൂ ആണോ? നിങ്ങൾക്ക് ഗ്രാഫിനെ പറ്റി ഒരു ഐഡിയ വേണം. ഇവിടെ നോക്കിയേ, ഗ്രാഫ് പഠിച്ചിട്ടുണ്ടോ? ഗ്രാഫ് വരയ്ക്കാൻ അങ്ങനെ ചോദിക്കാറില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് ഒന്നുകിൽ അപ്വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കാം. അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്, എക്സ് ആക്സിസിനെ ചിലപ്പോൾ കട്ട് ചെയ്യാതിരിക്കാം. നമുക്ക് മനസ്സിലായല്ലേ? ഇങ്ങനെയായിരിക്കാം, ചിലപ്പോ ഇങ്ങനെയായിരിക്കാം, ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം, ഇതുപോലെ വരാം. ഒന്നുകിൽ ഗ്രാഫ് വിൽ ബി അപ്വേർഡ്, അതല്ലെങ്കിൽ ഡൗൺവേർഡ് ആവും കേട്ടോ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാല് ഒന്നുകിൽ അപ്വേർഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കാം. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോ എക്സ് ആക്സിനെ ടച്ച് ചെയ്യാതെ പോവാം, ടച്ച് ചെയ്തിട്ട് പോവാം, അങ്ങനെ പല പല രീതിയിൽ പോവാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഗ്രാഫ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് ഇങ്ങനെ വരുള്ളൂ. ഒരിക്കലും ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് താഴോട്ടൊന്നും പോവില്ല. അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ പ്രത്യേകതയാണ്. ഗ്രാഫ് വിൽ ബി എയ്തർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ അപ്വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യാതെ ആയിരിക്കാം, ചിലപ്പോൾ എക്സ് ആക്സിനെ ഒരു സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ് ആക്സിനെ 2 പോയിന്റിൽ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഈ 3 ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലെ. ഡൗൺവേർഡിലും ഇതേപോലെ പൊസിഷൻ പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ വരുള്ളൂ ക്വാഡ്രാറ്റിക്. അപ്പൊ ഇഫ് ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ടച്ചസ് എക്സ് ആക്സിസ് ഓൺലി അറ്റ് വൺ പോയിന്റ്, then the polynomial cannot be quadratic polynomial. അത് നമുക്ക് പറയാൻ പറ്റും. ആർക്കെങ്കിലും അതിന്റെ ആൻസർ കിട്ടിയോ? എക്സ് ആക്സിസിനെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. എക്സ് ആക്സിനെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. ഇയാള് ഞാൻ ഡാർക്കൻ ചെയ്തതെന്ന് വരച്ചേക്കണ നോക്കിയേ, ഇയാള് എക്സ് ആക്സിനെ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലെ, ദിസ് ഡാർക്കൻ വൺ, ശരിയല്ലേ? അതല്ലെങ്കിൽ ഇത് ഈ ഡാർക്കൻ ചെയ്തിരിക്കുന്നതോ, ഇത് എക്സ് ആക്സിനെ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ? ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇതും ക്വാഡ്രാറ്റിക് ആണ്. എക്സ് ആക്സിൽ ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്. ഒന്നുകിൽ ഫസ്റ്റ് ടൈപ്പ് 1 ക്വാഡ്രാറ്റിക്, ടൈപ്പ് 2 ക്വാഡ്രാറ്റിക് അല്ലേ? അപ്പോൾ ഗ്രാഫ് പ്രകാരം ഇത് എക്സ് ആക്സിന് ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ, ഇത് എക്സ് ആക്സിന് ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. കനോട്ട് ബി ക്വാഡ്രാറ്റിക്, അത് തെറ്റാ. ക്വാഡ്രാറ്റിക് ആണെന്നല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇവിടെ പറയുന്നത് എന്താണ്, അത് ക്വാഡ്രാറ്റിക് ആവില്ല എന്നാ പറയുന്നത്. അത് തെറ്റല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ആണോ? എവിടെ ഓക്കെ ആണ്? ശ്രദ്ധിച്ചു? സോയ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? സോയ ശ്രദ്ധിക്കുന്നുണ്ട്? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ പറയണേ, കുറെ ഒരു പരിധി കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. റീസൺ അസർഷനെ തെറ്റാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, അസർഷനെ തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ റീസൺ വായിച്ച് സമയം കളയണ്ടല്ലോ അല്ല? അതല്ലേ നല്ലത്? അസർഷൻ എ റോങ് ആണ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഡി മാത്രമേ ഉള്ളൂ. അസർഷൻ എ ഫോൾസ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് ഡി ആണ്. ബാക്കിയുള്ള ഓപ്ഷനിലൊക്കെ അസർഷൻ എ കറക്റ്റാ. നമുക്ക് ടൈം സേവ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ. അദ്വിക്, സോയ ശ്രദ്ധിച്ചോ? അസർഷൻ എ ഫോൾസ് ആണ്, അങ്ങനെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസിലെല്ലാം അസർഷൻ എ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു. നേരെ അടുത്ത പ്രോബ്ലം. ഇത് അയച്ചു തരാം കേട്ടോ. ഇതൊന്ന് എഴുതിയെടുക്കാൻ നിൽക്കണ്ട, ടൈം എടുക്കും. നെക്സ്റ്റ് ദിസ് പ്രോബ്ലം മനസ്സിലാവാത്തൊരു റെക്കോർഡ് ക്ലാസ് വാച്ച് ചെയ്യാം. If alpha and beta are zeros of the polynomial 5x square plus 3x minus 7, then the value of 1 by alpha plus 1 by beta. സോയ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാമോ? സോയ ഇതെങ്ങനെ ചെയ്യേണ്ടത് അറിയാമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഞാൻ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളെ പോളിനോമിയല് 5x സ്ക്വയർ പ്ലസ് 3x മൈനസ് 7 ആണ് അല്ലെ? അപ്പൊ എപ്പോഴും പറയാറുള്ള കാര്യം, ഇയാളാണ് ആര്? എ എന്ന് പറയുന്ന ആള്. സെക്കൻഡ് വൺ ഈസ് ബി along with the sign. തേർഡ് വൺ ഈസ് സി. സി എന്ന് പറഞ്ഞാൽ -7. എ ബി സി. നമുക്ക് വേണ്ടത് എന്താണ്? അദ്വികിന് കിട്ടിയെങ്കിൽ പറയാം. 1 by alpha plus 1 by beta. ഞാൻ ക്വസ്റ്റ്യൻസോ ഗൂഗിൾ ഫോമോ ഉള്ളത് കൊണ്ട് ഞാൻ ഇൻഡിവിജ്വലി ഇന്ററാക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, 1 by alpha plus 1 by beta ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ ആഡ് ചെയ്യാ? 1 by alpha plus 1 by beta എന്ന് പറഞ്ഞാല് നമുക്കിത് എങ്ങനെ, ആദ്യം തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഇൻറ്റു ബീറ്റ അല്ലെ? ആൽഫ ഇൻറ്റു ബീറ്റ ഫസ്റ്റ്. നിങ്ങൾക്കറിയില്ലേ ഇത് ആഡ് ചെയ്യുന്ന അങ്ങനെയല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്രാക്ഷൻസ്. അപ്പോ ആൽഫ ഇൻറ്റു 1 ആൽഫ അല്ലേ? ഇങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ബീറ്റ ഇൻറ്റു 1 ബീറ്റ. എല്ലാവർക്കും ക്ലിയർ ആയി? റിപ്ലൈ തന്നെ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം. ഈ എഴുതിയ സ്റ്റെപ്പ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇവിടെ ക്ലിയർ ആയി? ഓക്കെ. ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാല് മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാല് സി ബൈ എ. നമ്മൾ ബൈ ഹാർട്ട് ആണല്ലോ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ സി ബൈ എ. ഇങ്ങനെ വരുമ്പോ എയും എയും കട്ടായി പോകും. ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ക്യാൻസൽ ആവും, അറിയാലോ. ദിസ് വിൽ ബി മൈനസ് ബി ബൈ സി. എ ക്യാൻസൽഡ്, മൈനസ് ബി ബൈ സി മൈനസ് ബി. എവിടെ ബി? വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ 3.
ഇവിടെ എഴുതിയിട്ടുണ്ട് B3 ആണ്. ബൈ സി എവിടെ? C is -7 അല്ലേ? C is -7. ബോറിംഗ് ആയിട്ട് തോന്നല്ലേ? -3 by -7 എന്ന് പറയുമ്പോൾ മൈനസ് ക്യാൻസൽ, മൈനസ് ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ വരുന്നത് 3/7 ആണ്. ഓക്കെ, 3/7 ആണ് ഓപ്ഷൻ സി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. ക്ലിയർ? ഓൾ ഓഫ് യു ക്ലിയർ? റോഡ്രിക്കിന് മനസ്സിലായല്ലോ? റോഡ്രിക്ക് അല്ലേ? Yes sir. ഓക്കെ, സോയിക്ക് ക്ലിയർ ആയി? അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്തിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് കേസ് സ്റ്റഡി ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാനേ കിട്ടില്ല. 2024 കേസ് സ്റ്റഡി ആണ്. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് വിസിബിൾ അല്ലേ ഇത്? നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഏതിലും വേണമെങ്കിലും നോക്കിയാലും വിസിബിൾ ആയിരിക്കും, കാരണം അത്രയ്ക്ക് വലുതാക്കിയിട്ടാണ് ഞാനിത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് അല്ലേ? Yes, a ball is thrown in the air so that t seconds after it is thrown, its height h meter above its starting point is given by the polynomial h equal to 25t minus 5t square. അതായത് ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ഇൻഡയറക്റ്റ് ആണ്, ആദ്യമേ തന്നെ പറയാം. ഇതിന്റെ ഗ്രാഫ് ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ? ഗ്രാഫിന്റെ ഇക്വേഷൻ ഇവിടെ നോക്കിയേ. ഈ സംഭവം ഇല്ലേ? ഇതാണ് നമ്മളെ ഗ്രാഫ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഗ്രാഫ്. ഇതിന്റെ ഇക്വേഷൻ ആണ് ആര്? ഇതിന്റെ ഇക്വേഷൻ ആണ് ഈ പറയുന്നത് h equal to 25t minus 5t square. എക്സ് ആക്സിസിൽ ടൈം ആണ് മാർക്ക് ചെയ്യുന്നത്. ടൈം. ഒരു ബോള് മോളിലോട്ട് എറിയാണ്. ഇവിടെ പറയുന്നുണ്ട് എ ബോൾ ഈസ് ത്രോൺ ഇൻ ദ എയർ. ഒരു ബോള് മോളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാല് ഓരോ സെക്കൻഡിലും അതിന്റെ ഹൈറ്റിൽ വേരിയേഷൻസ് വരും ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഒരു കല്ലെടുത്ത് മോളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റത്തെ സെക്കൻഡിലുള്ള ഹൈറ്റ് ആയിരിക്കില്ല രണ്ടാമത്തെ സെക്കൻഡിലുള്ള ഹൈറ്റ്, അതായിരിക്കില്ല തേർഡ് സെക്കൻഡില്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിൽ ടൈം ആണ്. 1 second, 2 second, 3 second, up to 5 seconds. അപ്പൊ ഓരോ സെക്കൻഡിലും ഹൈറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടില്ലേ? ഹൈറ്റ് പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്തു. അപ്പോ ഹൈറ്റ് വേഴ്സസ് ടൈം, ഇതാണ് ഗ്രാഫ്. അതിന്റെ ഇക്വേഷൻ h equal to 25t minus 5t square. ഓക്കെ, കാര്യം മനസ്സിലായി? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? എവിടെ ശ്രദ്ധിച്ചു? Observe the graph of the polynomial and answer the following questions. Write the zeros of the given polynomial. ഇതിന്റെ സീറോസ് എന്താണ്? റോഡ്രിക്ക് പറ. ഈ പോളിനോമിയലിന്റെ സീറോസ് എന്താണെന്നൊന്ന് പറയാമോ റോഡ്രിക്ക്? 5 and 0. അതന്നെ. യെസ്. ആൻസർ കിട്ടിയോ? അതെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ കുറച്ച് സ്ലോവിലായിരിക്കും പോവാ, കാരണം ഇത് അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ്. സീറോ എന്ന് പറഞ്ഞാല് ഒരു പോളിനോമിയല് എക്സ് ആക്സിന് എവിടെയാണോ കട്ട് ചെയ്യുന്നത്, കറന്റ്ലി എക്സ് ആക്സിന് ഇത് ഇങ്ങനെ താഴേക്ക് പോകും. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് പോവല്ലോ. ഒരു പോളിനോമിയല് എക്സ് ആക്സിന് എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യുന്നത് അതാണ് സീറോസ്. അപ്പൊ ഒരു സീറോ എന്ന് പറഞ്ഞാല് എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. നിങ്ങൾ ഗ്രാഫ് ഒന്ന് നോക്കുക. ഓൺലി റൈറ്റ് ദ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോ 0-ൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് 5, എക്സ് കോർഡിനേറ്റ് 5-ലും വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. സോ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആർ, ഇവിടെ എഴുതിക്കോട്ടെ, ഇങ്ങനെ എഴുതിയാൽ മതിയോ? 0 and 5 ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ അല്ലെ? അതെല്ലാവർക്കും ക്ലിയർ ആയോ? സീറോസ് ഓഫ് ദ പോളിനോമിയൽ 0 and 5. ഓക്കെ ആണോ? ഇവിടെ റിപ്ലൈ ഇല്ല. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് അച്ചീവ്ഡ് ബൈ ദ ബോൾ. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? മാക്സിമം ഹൈറ്റ് എങ്ങനെ കാണും? അച്ചീവ്ഡ് ബൈ ദ ബോൾ. മാക്സിമം ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നോക്ക്. പറഞ്ഞോ. കോർഡിനേറ്റ്സ് നോക്കിയാൽ മതിയില്ലേ? അതെ കറക്റ്റാ. മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്.
when the time equal to 5/2 seconds. നിങ്ങൾ ആ മെയിൻ ഗ്രാഫ് നോക്കുക, അപ്പൊ മനസ്സിലാവും. ഒരു ബോൾ എറിഞ്ഞിട്ട് 5/2 സെക്കൻഡ് ആയപ്പോഴാണ് മാക്സിമം ഹൈറ്റ് എത്തുന്നത്. മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോൾ താഴേക്കായിരിക്കും വീഴാ. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഹൈറ്റ് കുറഞ്ഞാ വരാ. അല്ല, നമ്മൾ കല്ല് എറിയുമ്പോൾ ഹൈറ്റ് ഇങ്ങനെ കൂടി 5/2 സെക്കൻഡിൽ മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് കല്ല് താഴേക്കാണ് വീഴുന്നത്, ഹൈറ്റ് ഡൗൺ ആവാൻ തുടങ്ങും. ഓക്കെ, സോ വെൻ ടൈം ഈക്വൽ ടു 5/2 seconds ദ ഹൈറ്റ് വിൽ ബി മാക്സിമം. അല്ലേ, ഇത്രേ ഉള്ളൂ. ഇവിടെ ഹൈറ്റ് കാണാനുള്ള ഫോർമുല ഹൈറ്റ് കാണാനുള്ള ഫോർമുല എവിടെ? ഇതാണ് നമ്മളെ ഫോർമുല, 25t - 5t². ഇതാണ് ഹൈറ്റ് കാണാനുള്ള ഫോർമുല. അപ്പോ വെൻ ടൈം ഈക്വൽ ടു 5/2 seconds അല്ലെ, when time equal to 5/2 seconds the height will be maximum. We get the maximum height. അല്ലെ, എഴുതിയാൽ മതിയല്ലോ അല്ലെ. ടൈം 5/2 സെക്കൻഡ് ആവുമ്പോൾ we get maximum height. അപ്പൊ ഇവിടെ എവിടെ ഈ ടിയുടെ സ്ഥാനത്ത് 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. ആ ഗ്രാഫ് കണ്ടാലും അറിയാലോ, മാക്സിമം ഹൈറ്റ് വരുന്നത് ടൈം 5/2 ആവുമ്പോഴാണ്. ഫോർമുലയില് ടിയുടെ സ്ഥാനത്ത് 5/2 കൊടുക്കാൻ പോവാണ്. 25 × 5/2 മൈനസ് 5 × 5/2 ഹോൾ സ്ക്വയർ. ചെറിയ കാൽക്കുലേഷൻസ് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, നിങ്ങൾ അത് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയെടുക്കാം. മാക്സിമം പ്രോബ്ലം കവർ ചെയ്യലാണ് ഈ ക്ലാസ് കൊണ്ട് മീൻ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് 25ഉം 5 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നോ, 5ന്റെ സ്ക്വയർ 25 ആയി, അതിനെങ്ങനെ അങ്ങനെ ആ ലെവലിലോട്ട് പോണില്ല. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? മാക്സിമം ഹൈറ്റ് ആർക്കെങ്കിലും കിട്ടിയോ? എവിടെ? അദ്വൈകിന് കിട്ടിയോ? ഞാനിവിടെ റഫ് കാൽക്കുലേഷൻ ചെയ്യട്ടെ. 125/2 മൈനസ് 125/4. റഫ് കാൽക്കുലേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ഇതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, സമയം വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. വി ഗെറ്റ് 125/4 കിട്ടുന്നുണ്ട്. ഓക്കെ, or you can do the division, 31. ഓക്കെ, കുഴപ്പമില്ല. മീറ്റർ കാൽക്കുലേഷൻസ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഞാൻ സൈഡിൽ എഴുതിയ സ്റ്റെപ്പ് മായ്ക്കാണ്. മെത്തേഡ് ക്ലിയർ ആയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. മെത്തേഡ് ഓക്കെ എല്ലാവർക്കും? സോയ, റോഡ്രിക്ക്, മെത്തേഡ് ഈസ് ഓക്കെ? എവിടെ? മെത്തേഡ് ഓക്കെ ആണ്, എനിക്കത് മതി. സോ 120 ആൻസർ ഈസ് maximum height will be 125/4. 125/4 meter. Okay, after throwing upward, how much time did the ball take to reach the height in 30 meter? After throwing 30 meter, after throwing upward, how much time did the ball take to reach the height 30 meter? Find the two different values of t. ഇത് തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേറൊരു ചാപ്റ്റർ ആണ്. ഞാനിപ്പോ പോളിനോമിയലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ത്രീയിലെ എയും ബിയും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പോളിനോമിയൽസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. 1ഉം 2ഉം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? 1ഉം 2ഉം ഓക്കെ? എവിടെ? 1 and 2. ഓക്കെ, ഇത് ഞാൻ സ്കിപ്പ് ചെയ്യണതല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് വേറെ ചാപ്റ്ററിലത്തെ കോൺസെപ്റ്റാ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അഗൈൻ 2024 വേറെ വേർഷൻ ആണ്. ബോറിംഗ് ആയിട്ട് തോന്നരുത് കേട്ടോ, 1 hour എടുക്കുന്നുള്ളൂ. ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും പോളിനോമിയൽ ഫിനിഷ് ചെയ്യാൻ. 2023 കൂടി എടുക്കണം. 2 വർഷം എന്തായാലും ചെയ്യാം. പിന്നെ അധികം ബാക്കിലോട്ട് പോകണ്ട, കാരണം സിലബസിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ആൽഫ ബീറ്റ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 2x² - 9x + 5, ഫൈൻഡ് ദ വാല്യൂ ഓഫ് α² + β². ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എവിടെ? ഞാനൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ.
ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇതെന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് സീറോസ്. ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. 0 ആണ് ആൻസർ, 0 ആണോ ആൻസർ, അതോ 1 ആണ് ആൻസർ, 2 ആണ് ആൻസർ, 3 ആണ് ആൻസർ. ഈ 4 ഒരാളാണ് ആൻസർ. ഇത്രയും ക്ലൂ തന്നാൽ മതിയല്ലോ. ക്വസ്റ്റ്യൻ ഒന്നിട്ട് പറഞ്ഞുതരാം. തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സീറോസ് കാണണം. 0 ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, ഈ 4 ഒരാളാണ് ആൻസർ. അത് ഏതാണെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് എഴുതി വെക്കണം. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? സബ്മിറ്റ് ഇപ്പൊ ചെയ്യല്ലേ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് തിരിച്ചു വരാം. ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 2x square minus 9x plus 5. Then the value of alpha square plus beta square. 2x square minus 9x. ആരൊക്കെ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നുണ്ട്, ആരൊക്കെ ക്ലാസ്സിൽ ഉണ്ട്, എല്ലാം എനിക്ക് അറിയാൻ പറ്റും കേട്ടോ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഓരോരുത്തർ പേര് വിളിച്ച് സമയം കളയുന്നില്ല. 2x square minus 9x plus 5 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവിടെ നമുക്കറിയാം ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഓക്കെ, എ ബി സി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇത് ആർക്കെങ്കിലും അറിയാമോ? ഈ പ്രോബ്ലം ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? റോഡ്രിക്ക്, അദ്വിക്, പേരൊന്ന് പറഞ്ഞേ. എനിക്ക് സ്ക്രീന് മിനിമൈസ് ചെയ്യാ. പറഞ്ഞോ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞോ. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. അതന്നെ. യെസ്, കറക്റ്റ് ആണ്. ഞാനൊരു റിസൾട്ട് പറഞ്ഞുതരാം. ഇതറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോട്ടോ. 2 എണ്ണം പറഞ്ഞുതരാം. ഒരെണ്ണം ഇവിടെ ആവശ്യമുള്ളൂ, പക്ഷെ മറ്റേതെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും വരും റിസൾട്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇത് കാണാൻ ചോദിക്കും. ഇത് അവർ സെന്റൻസിൽ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സീറോസ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവർ സെന്റൻസിൽ ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെങ്ങനെ സെന്റൻസിൽ പറയാ? ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് അല്ലെ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സീറോസ്. ഇതറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. എങ്ങനെ വന്നു എന്നുള്ളതൊന്നും പറയണില്ല, അതൊക്കെ എക്സ്പാൻഷൻ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഇതാ അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചത് ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണാൻ എപ്പോഴെങ്കിലും ചോദിച്ചാല് ഇത് യൂസ് ചെയ്ത് ചെയ്യണം. ഇതല്ലാതെ വേറെ മെത്തേഡ് ഇല്ല. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇത് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനില്, എങ്കിലും ഇത് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇതും കൂടി പഠിച്ചു വെച്ചേക്കണേ. സെക്കൻഡ് വൺ ചോദിച്ചിട്ടില്ല. ദിസ് ഈസ് സം ഓഫ് ക്യൂബ്സ് ഓഫ് ദ സീറോസ് അല്ലെ, അങ്ങനെ ചോദിക്കുന്നത്. സം ഓഫ് ക്യൂബ്സ് ഓഫ് സീറോസ് എന്നായിരിക്കും ഇത് ചോദിക്കാം. അത് ബൈ ഹാർട്ടാക്കി വെച്ചോട്ടോ. ആൽഫ പ്ലസ് ബീറ്റ ഓൾ ക്യൂബ്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഇതിന്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതാ, അതിൽ നിന്ന് കിട്ടുന്നതാണ്. മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇത് കുറെ തവണ വായിച്ചാൽ നിങ്ങൾ ബൈ ഹാർട്ട് ആവും. ഓക്കെ, അപ്പൊ ഇത് ബൈ ഹാർട്ട് ആക്കേണ്ട കാര്യമാണ്. സം ഓഫ് സ്ക്വയേഴ്സും സം ഓഫ് ക്യൂബ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലോ അല്ലെ. അപ്പോ I want ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സീറോസ് ആണ്. അപ്പൊ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റയുടെ ആവശ്യമുണ്ട്, ആൽഫ ബീറ്റയുടെ ആവശ്യമുണ്ട് അല്ലെ. ഓക്കെ, സോ ഹിയർ ആൽഫ പ്ലസ് ബീറ്റയുടെ ഫോർമുല ആവശ്യമില്ലേ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. ഇത് കുറെ പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, മൈനസ് ഓഫ് ബി അല്ലെ. ബി എന്ന് പറഞ്ഞാൽ -9 ആണ്. നിങ്ങൾ സൈനും കൂടി നോക്കണേ, സൈൻ മറക്കരുത്. ബി എന്ന് പറഞ്ഞാൽ ആരാണ് നോക്ക്, -9 ആണ് അല്ലെ. മൈനസ് ഓഫ് -9 ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഞാൻ ഈ സ്പീഡിലേ പോകുള്ളൂ കേട്ടോ, ആർക്കും ബോറിംഗ് ആയിട്ട് തോന്നരുത്. ഇവിടെ മൈനസ് പ്ലസ് ആയിട്ട് 9/2. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ 9/2. ആൽഫ ബീറ്റ നോക്കാം. ആൽഫ ബീറ്റ ആർക്കെങ്കിലും അറിയാമോ? ആൽഫ ബീറ്റ എന്താ ഫോർമുല എന്താണ്? സി ബൈ എ. യെസ്, ആൽഫ ബീറ്റ സി ബൈ എ. അതെ, കറക്റ്റ് ആണ്. ആൽഫ ബീറ്റ സി ബൈ എ ആണ്.
സി എന്ന് പറഞ്ഞാല് 5 ആണ്, കറക്റ്റ് അല്ലേ? സി 5 ആണ്. ബൈ എ എന്ന് പറഞ്ഞ 2 ആണ് അല്ലേ? ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാണേ. ഇത് കഴിഞ്ഞല്ലേ? സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. സോ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഫോർമുല എന്താണ് പറഞ്ഞത്? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 9/2 ആണ്. ആൽഫ പ്ലസ് ബീറ്റ 9/2 ആണ്. 9/2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 5/2. കാൽക്കുലേഷൻ കുറച്ച് സ്പീഡ് ആക്കിയാണ്. അറിയാത്തൊരു ചോദിച്ചോ. 9 സ്ക്വയർ 81, താഴെ 2 സ്ക്വയർ 4, ഇവിടെ 2ഉം 2 കട്ടായിട്ട് 5. ഓക്കെ അല്ലേ? ഇതിങ്ങനെ 5 ഇൻറ്റു 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 20. കാൽക്കുലേഷൻ സ്പീഡ് ആക്കിയാണ്. ചെയ്തു വരുമ്പോ 61/4. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ എല്ലാവർക്കും മെത്തേഡ് ക്ലിയർ ആയില്ലേ? ഈ പ്രോബ്ലത്തിന്റെ മെത്തേഡ് എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? അല്ലേ? ആരും മിണ്ടുന്നില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. 2024 തന്നെ. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ വഴിയില്ല. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ബീറ്റ വേർ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ. ഓക്കെ, ആൽഫയും ബീറ്റ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേ ആർ സീറോസ് ആയിരിക്കും. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ -x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 9. ദെൻ ആൽഫ മൈനസ് ബീറ്റ, ഡിഫറൻസ് ഓഫ് ദ സീറോസ് എന്ന് പറയും. ആൽഫ മൈനസ് ബീറ്റ, ആൽഫയാണ് വലുത്. ആൽഫ മൈനസ് ബീറ്റ നമ്മൾ പറയുന്ന പേരെന്താണ്? ഡിഫറൻസ് ഓഫ് ദ സീറോസ്. അത് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ആർക്കെങ്കിലും അറിയാമോ? ഡിഫറൻസ് ഓഫ് ദ സീറോസ് കാണാനുള്ള ടെക്നിക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയുന്നവര് നീ പറ. ഡിഫറൻസ് ഓഫ് ദ സീറോസ്. ഇല്ലല്ലോ, അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഇത് എഴുതി വെച്ചോട്ടോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡിഫറൻസ് ഓഫ് ദ സീറോസ് ആൽഫ മൈനസ് ബീറ്റ. ഇത് ആൽഫ വലുതാണെന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യാണ്. ഇതെങ്ങനെ വന്നതെന്ന് വേണമെങ്കിൽ ഒരു ഐഡിയ തരാം. ഓക്കെ, ആൽഫ മൈനസ് ബീറ്റ ഡിഫറൻസ് ഓഫ് ദ സീറോസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബി. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇല്ല, വരില്ല. സോറി, ആൽഫ വലുതല്ലേ? ആൽഫ വലുതാണല്ലോ. ഓൺലി പോസിറ്റീവ് വാല്യൂ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. ഇത് ബൈ ഹാർട്ട് ആക്കുക. ഇതെങ്ങനെ വരണേന്നും കൂടി വേണമെങ്കിൽ ഐഡിയ തരാം. നിങ്ങൾക്ക് ശരിക്കും അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. ഇതെങ്ങനെ വന്നു? യെസ്, പറഞ്ഞുതരാം. RHS റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ കാണിച്ചുതരാം. RHS ഇത് ബൈ ഹാർട്ട് ആയിക്കോളോ. ഇത് ബൈ ഹാർട്ട് ആക്കി വെച്ചോട്ടോ, മറന്നുകൊണ്ടോ. ഡിഫറൻസ് ഓഫ് ദ സീറോസ് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. ഇത് ശരിയാവോ എന്ന് കാണിച്ചുതരാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് റൂട്ട് ഓഫ്, നിങ്ങൾക്ക് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെന്ന് അറിയാം. എക്സ്പാൻഷൻ അല്ലെ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ വന്നു എന്നൊരു ഐഡിയ വേണമല്ലോ, അതുകൊണ്ട് പറയുന്നതാ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ, ഇവിടെ 2 ആൽഫ ബീറ്റ മൈനസ് 4 ആൽഫ ബീറ്റ ഉണ്ട് അല്ലെ? 2 ആൽഫ ബീറ്റ എന്ന് 4 ആൽഫ ബീറ്റ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 ആൽഫ ബീറ്റ. അപ്പൊ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. പ്ലസ് ബീറ്റ സ്ക്വയർ. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക, ബോറിംഗ് ആയിട്ട് തോന്നരുത്. റൂട്ട് ഓഫ് ഇത് ഏത് ഫോമിലാണെന്ന് വെച്ചാൽ എ സ്ക്വയർ
മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, സോറി, ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. റൂട്ട് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ മൈനസ് ബീറ്റയാണ്. അറിയാലോ, സ്ക്വയറും റൂട്ടും തമ്മിൽ വെട്ടിപ്പോവും. അങ്ങനെയാണ്, സ്ക്വയറും റൂട്ടും തമ്മിൽ ക്യാൻസൽഡ്. അപ്പോ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പും കൂടി എക്സാം പേപ്പറിൽ കാണിച്ചോ. ഓക്കെ, CBSEക്ക് മാർക്കിംഗ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അത് ഓർത്തിട്ട് തന്നെയാണ് ഞാനിത് എഴുതിയത്. ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ആണ്, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇവിടം വരെ പറഞ്ഞത്? ശരിയല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആണ്. സോയ ഉണ്ടോ ക്ലാസ്സിലുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ സോയ? അവിൻ, നിഹാൻ. ഓക്കെ, റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? ഓക്കെ, അത് വേണം. അത് സാരില്ല, ഞാൻ ഇവിടെ എഴുതാം. റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാല് മൈനസ് ബി ബൈ എ. ശരിയല്ലേ? ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി മൈനസ് ബി ബൈ എ. അവസാനം ഇട്ട് കൊടുത്താലും മതിയാവും. മൈനസ് 4 ഇൻറ്റു ആൽഫ ബീറ്റ സി ബൈ എ. ഓക്കെ, ഇനി വേണമെങ്കിൽ വാല്യൂ ഇട്ട് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതട്ടെ. ഇവിടെ മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. മൈനസിന്റെ സ്ക്വയർ എന്താവും? പ്ലസ് ആവും. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 4c ബൈ എ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 1 ആണ്. എത്ര? 10 ആണ് കിട്ടിയത്. പ്ലസ് 10 ആണ്. അതെ, എന്താ? പ്ലസ് ഓർ മൈനസ് 10 അല്ലേ? ഇല്ല, കാരണം ഇവിടെ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ. ആൽഫ മൈനസ് ബീറ്റ വിൽ ബി പോസിറ്റീവ് അല്ലേ? ശരി. The given question ഇവിടെ എഴുതിക്കോട്ടെ. A equal to -1, B equal to 8, C equal to 9. സ്പീഡ് A equal to -1, B equal to 8, C equal to 9. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ ബി സ്ക്വയർ എന്ന് പറയുമ്പോ 8 സ്ക്വയർ. സ്പീഡിൽ എഴുതാണ്. ബി സ്ക്വയർ എന്ന് പറയുമ്പോ 8 സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോ -1 സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ 1. സ്പീഡാക്കണേ. 4 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 9 36. എ എന്ന് പറഞ്ഞാൽ -1. (64/1) 64. ഇവിടെ മൈനസ് കൂടി പ്ലസ് ആവും. മൈനസും കൂടി പ്ലസ് ആവും. പ്ലസ് 36. റൂട്ട് 100. റൂട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു ടെൻഡൻസി ഉണ്ട് പ്ലസ് ഓർ മൈനസ് ഉള്ളത്, അറിയാലോ. റൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലസ് ഓർ മൈനസ് എന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇവിടെ പ്ലസ് ഇട്ടാൽ മതി, +10 മതി. കാരണം ആൽഫ മൈനസ് ബീറ്റ പോസിറ്റീവ് ആണെന്ന് നമുക്ക് തുടക്കത്തിലെ തന്നെ അറിയാം. കാരണം ആൽഫ ബീറ്റേനേക്കാൾ കൂടുതലാണ്. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ പോസിറ്റീവ് ആണ് 10. അപ്പൊ പ്ലസ് ഓർ മൈനസ് 10 അല്ല, 10 ആണ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആർക്കും ഡൗട്ട് ഒന്നുമില്ല? ക്ലിയർ ആണ്? എവിടെ എല്ലാവർക്കും മനസ്സിലായി? റെസ്പോൺസ് ഇല്ലല്ലോ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. അപ്പൊ അടുത്തിലോട്ട് പോവാം. ക്ലിയർ സർ. പറഞ്ഞോ. നെക്സ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ യെസ്. നെക്സ്റ്റ് പ്രോബ്ലം ഒരു 5 മിനിറ്റും കൂടി ഇരിക്കും കേട്ടോ. ഒരു ക്ലാസ്സും കൂടി കിട്ടിയാൽ നമുക്ക് തീരും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഹോംവർക്കും തരും. P of x is given by P of x equal to x square minus 5x plus 4.
6. Find the value of P of 1 plus P of 4. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? റോഡ്രിക്ക് പറഞ്ഞേ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? റോഡ്രിക്ക് പോയാ? P of 1 വാല്യൂ ഇട്ടിട്ട് ചെയ്താൽ മതി. അതന്നെ. യെസ്. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ 4 വേഗം ചെയ്തോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിന്റെ നമ്പർ എന്താണെന്നുള്ളത് എഴുതാം. ഓക്കെ, 1/α + 1/β കാണാനാണ് പറയുന്നത്. പോളിനോമിയൽ x² - x+1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നിങ്ങൾ അതൊന്ന് ഗൂഗിൾ ഫോമിനകത്ത് അതിന്റെ ആൻസർ എന്താന്നുള്ളത് എഴുതി അയച്ചു തരാം. ഓക്കെ, ആൻസർ കിട്ടിയല്ലേ? ഓക്കെ. P of x ഞാനിത് സ്പീഡിൽ ചെയ്യാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇത് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ 4 അഗെയിൻസ്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. P of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, ആദ്യം P of 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 ഇട്ട് കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ 1² - 5 × 1 + 4. എക്സ് കാണുന്നോടത്ത് 1 ഇട്ട് കൊടുക്കാം. സ്പീഡിൽ പറയാണ്. 1 - 5 - 4. ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. 1 - 5 - 4 -4 + 4 0. ഇനി P of 4 വേണം അല്ലേ? P of 4 ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കണേ. P of 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. P of 4 എക്സിന് 4 ഇട്ട് കൊടുക്കുക. 4² - 5 × 4 + 4. എക്സിന് പകരം 4 കൊടുക്കുക. കാൽക്കുലേഷൻസ് ഒന്നും അധികം പറയുന്നില്ല. 16 - 20 -4 -4 + 4 0. P of 1 + P of 4 എന്ന് പറയുമ്പോ 0 + 0 0 ആണ് ആൻസർ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? എല്ലാവർക്കും മനസ്സിലായി? എവിടെ ക്ലിയർ ആണ്? Yes, sir. എവിൻ, Yes. നിഹാൻ. ഓക്കെ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ഞാൻ വായിക്കാമല്ലോ. വായിക്കാം. അതിന്റെ ആൻസർ 4 അല്ലേ? ഒന്നിന്റെ ആൻസർ ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, ഏതിന്റെ ആൻസർ? ക്വസ്റ്റ്യൻ 4ന്റെ അല്ല, ഈ ക്വസ്റ്റ്യൻ P of 4 തെറ്റിയാ? അല്ല. അതെ. ശരി. നിങ്ങൾ ആരും എന്റെ അടുത്ത് മിണ്ടിയില്ല. x² - 5x+. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ നോട്ട് ചെയ്തേക്കണേ. 4 അല്ല, ഇവിടെ 6 ആണ്. നിങ്ങൾ ആരും എന്റെ അടുത്ത് മിണ്ടിയില്ല. അത് x² - ക്ലാസ്സിലില്ലേ നിങ്ങൾ? 6 ആയിരുന്നു. ഞാൻ x² - 5x + 4 എന്നും പറഞ്ഞ് ചെയ്തു. ഓക്കെ, 1 - 5 -4 -4 + 6 2 വരും. കാൽക്കുലേഷൻ പറയില്ല. 16 - 20 -4 -4 + 6 2 ആണ്. അപ്പൊ ആൻസർ 2 + 2 4 കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? ഓൾ ഓഫ് യു ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി? എവിടെ മനസ്സിലായി? ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരെണ്ണം കൂടിയും ചെയ്യാം, എന്നിട്ട് നിർത്താം. 29-ലെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്യാം. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് ആക്കാം. ഓക്കെ, 29-ന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം. വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. Find the zeros of the polynomial and verify the relation between zeros and coefficients of the polynomial. ഓക്കെ, ഇത് നിങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടാവും. ഇത് ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. എ ചെയ്യാം, ബി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലും ചെയ്യാം. എ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ ആർക്കെങ്കിലും? എ ചെയ്യുന്നത് എനിബഡി? എ ചെയ്യണേ എങ്ങനെ? അറിയാം. അദ്വിക്കിന് അറിയാം അല്ലെ? പിന്നെ റോഡ്രിക്കിന് അറിയോ ഈ പ്രോബ്ലം ചെയ്യാൻ? റോഡ്രിക്ക്
അറിയാലോ. സോയക്ക് അറിയോ? സോയ റെസ്പോൺസ് വേണം. സോയക്ക് അറിയാമോ? സോയ നോ റെസ്പോൺസ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ നേരം കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 5, 5 മതി ഇന്നത്തേക്ക് ക്വസ്റ്റ്യൻസ്. 5ാമത്തെ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. x² + 2x + 3 α² + β² എന്താണെന്നുള്ളത് ആൻസർ ഡോട്ടും കോമയും ഒന്നും ഇടാണ്ട് എഴുതുക, അല്ലെങ്കിൽ റീഡ് ചെയ്യില്ല. ഓക്കെ, ശ്രദ്ധിക്കാം. ഫോർമാറ്റ് ഉണ്ട്. α² + β² എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. അതും കൂടി എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് അടിച്ചോ. 6ഉം 7 ഒന്നും ഇല്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ 5 ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ α² + β² വാല്യൂ 5ാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻസ്റ്റ് ആയിട്ട് എഴുതുക, സബ്മിറ്റ് അടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4x² + 4x - 3 ഇതാണ് നമുക്ക് തന്ന പോളിനോമിയല്. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണേ എങ്ങനെ? ആർക്കെങ്കിലും പറയാമോ? ഇതിന്റെ സീറോസ് എങ്ങനെ കാണും? ഇത് ഫാക്ടറൈസ് ചെയ്യും അല്ലെ? ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണത് അല്ലെ? പഠിച്ചിട്ടില്ലേ ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്? ഇതാണ് കറക്റ്റ് അല്ലേ? 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യല്. അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നാല് നിങ്ങൾ ആദ്യം തന്നെ സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സം ഈക്വൽ ടു എന്താണ്? മിഡിൽ നമ്പർ. ഓക്കെ, എഴുതുന്നില്ല കേട്ടോ. സം മിഡിൽ നമ്പർ 4. പ്രോഡക്റ്റ് എഴുതണം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ്. ഇങ്ങനെ സം മിഡിൽ നമ്പർ ആയിട്ട് എഴുതാം, പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് എഴുതാം. ഇതാണ് ടെക്നിക്ക്. ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് മീൻസ് 4 × -3 - 2. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫാക്ടറൈസ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. സം മിഡിൽ നമ്പറും പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? രണ്ട് നമ്പറിന്റെ സം 4ഉം പ്രോഡക്റ്റ് -12ഉം. അത് ഏതൊക്കെ നമ്പറുകളാ? ഒന്ന് റെസ്പോൺസ് 6ഉം 2ഉം. 6ഉം -2ഉം അല്ലെ? കറക്റ്റാ. 6 × -2 ചെയ്താൽ -12 കിട്ടുന്നുണ്ട്. 6ഉം -2 ആഡ് ചെയ്താൽ 4ഉം വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. നന്നായി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലേ മെത്തേഡ്? 4x² പ്ലസ് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേമില് ആ 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ 4xനെ നമ്മള് 6x -2x ആക്കി എഴുതും. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അക്കോർഡിംഗ് ടു ഈ രണ്ട് നമ്പർ. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ആ. 4xനെ എങ്ങനെ എഴുതപ്പോ? 6x -2x. ഇത് രണ്ടിന്റെയും ടേമില് എങ്ങനെ എഴുതും? 6x -2x. പിന്നെ -3 ആണ് വരുന്നത് അല്ലെ? ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാ. എങ്കിലും ഞാനിത് റിപ്പീറ്റ് ചെയ്യാണ്, മറന്നുപോയിട്ടുണ്ടാവുമല്ലോ. ഇവിടം വരെ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്യണുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇതുവരെ ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടം വരെ മനസ്സിലായി? ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാ? 4x² + 6x 4 6 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 2 കോമൺ ആണ്. 4 6 എന്ന് പറയുമ്പോൾ 2 കോമൺ ആണ്. കഴിഞ്ഞിട്ടില്ല. x² x ഈസ് കോമൺ. അപ്പൊ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് 2x പോയി കഴിഞ്ഞാല് 4x² 2x പോയി കഴിഞ്ഞാല് ബാലൻസ് 2x വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ചോദിച്ചാൽ പറഞ്ഞുതരാം. കേട്ടല്ലോ? 2x × 2x 4x² അല്ലെ? 6x 2x പോയി കഴിഞ്ഞാല് 6x 2x പോയി കഴിഞ്ഞാൽ 3 വരും. അത് കഴിഞ്ഞു. ഇനി ഇത് ഈ രണ്ടെണ്ണം -2x -3 അല്ലെ? -2x -3 എന്ന് പറയുമ്പോ മൈനസ് കോമൺ ആണ്. മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോ 2x + 3 ബാലൻസ് വരും. -2x + 3.
എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ല? മനസ്സിലായി? എവിടെ ക്ലിയർ ആണ്? എല്ലാവരും ഒന്ന് റെസ്പോൺസ്. ഇവിടെ 2x+3 കോമൺ ആണ്. ഇത് രണ്ടിലും 2x+3 കോമൺ ആണ്. ക്ലിയർ സർ. ഓക്കെ യെസ്, 2x+3 കോമൺ ആണ്. ഇതും കൂടി ഒന്ന് ഇരിക്കട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ട് നിർത്താം. 2x+3 ഇത് രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്താല് ഇവിടെ 2x ബാലൻസ് ഉണ്ട്. 2x ബാലൻസ് മൈനസ് ഇവിടുന്ന് 2x+3 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 ആണ്. ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ, ഫാക്ടറൈസേഷൻ നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. സീറോസ് കാണണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് മെത്തേഡ്, മറക്കണ്ട. ഒരു പോളിനോമിയലിന്റെ സീറോസ് കാണണമെങ്കിൽ ആ പോളിനോമിയൽ ഫാക്ടറൈസ് ചെയ്തിട്ട് സീറോനോട് ഇക്വേറ്റ് ചെയ്യുക, മറക്കണ്ട. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 0 അല്ലെ? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 0 ആണെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ നമ്പർ 0, അതല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ 0. അറിയാലോ, രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് നമ്പർ 0 ഓർ സെക്കൻഡ് നമ്പർ 0. ഓക്കെ, ഏതെങ്കിലും ഒരാള് 0 ആവണം, അല്ലാതെ പറ്റില്ല. ഇത് കഴിയും. ഇനി അടുത്തത് 2x+3 0 ആണെന്നുണ്ടെങ്കിൽ 2x+3 0 ആണെന്നുണ്ടെങ്കിൽ 2x - 3 ഇവിടെ എഴുതിക്കോട്ടെ. ഓർ x = -3/2. കാണാൻ പറ്റുമല്ലോ അല്ലെ? 2x+3 0 ആണെങ്കിൽ 2x - 3 or x = -3/2. 2x - 1 0 ആണെങ്കിൽ 2x 1 or x = 1/2. സീറോസ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. -3/2 1/2. എല്ലാവർക്കും ഓക്കെ ആണ്? സോയ, റോഡ്രിക്, അവിൻ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് ഡൗട്ട്? അതെല്ലാം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ടില്ല. വെരിഫൈ ചെയ്യണം. കഴിഞ്ഞിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഒരു 0 എന്ന് പറയുന്നത് -3/2, മറ്റേത് ഹാഫ് ആണ്. ഓക്കെ, സീറോസുകൾ കണ്ടു. ആൽഫ = -3/2, ബീറ്റ = 1/2. നമ്മളിത് വെരിഫൈ ചെയ്യണം, റിലേഷൻസ് വെരിഫൈ ചെയ്യണം. ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുക, -3/2 1/2 ആയിരിക്കും ആഡ് ചെയ്യണം അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ -b/a ആണെന്ന് വെരിഫൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ -3/2 + 1/2. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. -2/2 -1 ആണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം. -1 വരും ആൽഫ പ്ലസ് ബീറ്റ. ഇനി -b/a ഒന്ന് എഴുതി നോക്കാം. -b/a എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, -b/a എന്ന് പറയുമ്പോൾ എയും ബിയും സിയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ എയും ബിയും സിയും, ഇയാളാണ് എ എന്ന് പറയുന്ന ആള്, ഇയാളാണ് ബി എന്ന് പറയുന്ന ആള്, ഇതാണ് സി എന്ന് പറയുന്ന ആള്. അല്ല, പെൻസിലെങ്ങാനും വെച്ച് അവിടെ എഴുതിയാൽ മതി. അപ്പോ -b എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ? 4. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ആണ്. എ 4 ആണ്. നോക്ക്, ഇവിടം വരെ ക്ലിയർ ആയോ? സോയ കുറെ നേരമായിട്ട് റെസ്പോൺസ് ഇല്ല കേട്ടോ. സോയ -b/a -1 ആണ്. ഇവിടം വരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണ്. സോ വി പ്രൂവ് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ = -b/a. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരു പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൽഫ പ്ലസ് ബീറ്റ -1 ആണ്, -b/a-യും -1 ആണ്. ആൽഫ പ്ലസ് ബീറ്റ -b/a. ഇനി ആൽഫ ബീറ്റ കാണാൻ പോവാണ്. ആൽഫ ബീറ്റ c/a. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാല് -3/2 × 1/2. സ്പീഡിൽ പറയാണ്. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാല് ആൽഫ -3/2 ബീറ്റ 1/2 ആണ്.
അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ -3/4 ഇവിടെ എഴുതിയ കാണാൻ പറ്റുമല്ലോ അല്ലെ. ആൽഫ ബീറ്റ -3/4. C/E ഒന്ന് കണ്ടു നോക്കാം. C/E സി എന്ന് പറഞ്ഞാലും -3. ഇവിടെ നോക്കിയ സ്റ്റാർട്ടിങ്ങില് സി എന്ന് പറഞ്ഞാലും -3 ആണ്. എ എന്ന് പറഞ്ഞാലോ എ എന്ന് പറഞ്ഞ 4. അപ്പൊ ആൽഫ ബീറ്റ -3/4, C/Eയും -3/4. സോ ആൽഫ ബീറ്റ ഈക്വൽ ടു C/E. അതും പ്രൂവ് ചെയ്തു. ഇത്ര എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, PDF ഞാൻ അയച്ചു തരാം, റെക്കോർഡഡ് വീഡിയോ അയച്ചു തരാം. ഓക്കെ ശരി. ഓക്കെ ബൈ എല്ലാവരും ഒന്ന് ശരി കേട്ടോ. ഓക്കെ.